ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഒരു കുക്കറിലോട്ട് നമ്മുടെ തൂരപ്പരിപ്പുണ്ടല്ലോ, അതും പിന്നെ കുറച്ച് ചക്കക്കുരുവും കൂടെ ചേർത്തിട്ട് നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അരക്കപ്പോളം തൂരപ്പരിപ്പ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തുവരപ്പരിപ്പ് വേവാനും പാകത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ ആ ഒരു കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പൊ അരക്കപ്പോളം തുവരപ്പരിപ്പിന് 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാന് ദാണ്ടെ ഇതുപോലെ ഒരു സ്റ്റീലിന്റെ പാത്രത്തില് കുറച്ച് നമ്മുടെ ഇതുണ്ടല്ലോ ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചക്കക്കുരു വൃത്തിയാക്കാൻ കുറച്ച് പാടാണ്. പ്രത്യേകിച്ച് നമ്മുടെ കയ്യിന്ന് ഇങ്ങനെ തെന്നിപ്പോകും. കുറച്ച് ഉണങ്ങിയതാണെങ്കിൽ പിന്നെ ചുരണ്ടിയെടുക്കാൻ എളുപ്പമാണ്. അപ്പഴും ഇതിപ്പോ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേജില് ചുരണ്ടിയെടുക്കാൻ പാടുള്ള സ്റ്റേജില് ഇതുപോലെ ചെയ്താൽ മതി. അപ്പൊ ദാണ്ടെ ഇതുപോലെ ഒരു പാത്രത്തിൽ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിന്റെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് 4 വിസിൽ കേൾപ്പിക്കണം. ഈ ചക്കക്കുരു നന്നായിട്ട് വെന്ത് കിട്ടണം. അതുപോലെ തൂരപ്പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പൊ ഞാനിതൊരു അടുപ്പത്തേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒക്കെ ഓൺ ആക്കി അത് അവിടെ ഇരുന്നൊന്ന് വെന്ത് വരട്ടെ. അപ്പൊ ദാണ്ടെ ഒരു 4 വിസിലൊക്കെ കേട്ടിട്ടുണ്ട്. സ്റ്റീമൊക്കെ പോയതിനു ശേഷം ഓപ്പൺ ചെയ്യാണേ. അപ്പൊ ദാണ്ടെ നമ്മുടെ ചക്കക്കുരു ഒക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കാം. നമ്മുടെ തുവരപ്പരിപ്പും കണ്ടോ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. വെന്തിങ്ങനെ കുഴഞ്ഞു വരുന്ന ആ ഒരു പാകത്തിലെത്തണം കേട്ടോ. അതാണ് അങ്ങോട്ട് തൊട്ടപ്പോഴേ നന്നായിട്ട് ഇങ്ങനെ കുഴഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു പാകം വരെയാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇതും അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ നമ്മുടെ ചക്കക്കുരു ദാണ്ടെ ഇവിടെ എടുത്തിട്ടുണ്ട് ഞാൻ. കുറച്ച് തണുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇനി നമുക്ക് ജസ്റ്റ് ദാണ്ടെ ഇതുപോലെ കൈ വെച്ചൊന്ന് ആക്കുമ്പോഴേക്കും തൊലിയൊക്കെ ഇളകി അങ്ങ് മാറും. അപ്പോഴും വളരെ കഷ്ടപ്പെട്ടിരുന്ന് ഇങ്ങനെ ചുരണ്ടെടുക്കുന്നതിലും എത്രയോ നല്ലതാണ്. വളരെ എളുപ്പത്തിൽ നമ്മളിത് ക്ലീൻ ആക്കിയത് കണ്ടോ. അപ്പോൾ ചക്കക്കുരു വൃത്തിയാക്കാൻ മടിയുള്ളവർക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ചക്കക്കുരു ഇതുപോലെ ഒന്ന് വേവിച്ചിട്ട് ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ദാണ്ടെ ഞാൻ എല്ലാം അങ്ങനെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് നമുക്ക് ഇങ്ങനെ കൈവച്ച് ഞെക്കുമ്പോഴേക്ക് ഇതുപോലെ ഉടഞ്ഞു കിട്ടണം. അത്രയും പാകത്തിന് വേവിച്ചെടുക്കണം. അപ്പൊ ഇത് ഞാൻ മാറ്റി വെക്കുന്നുണ്ടേ. ഇനി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവേ. അപ്പൊ ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യമൊന്നുമില്ല, വളരെ കുറച്ച് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. വെളിച്ചെണ്ണ നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂണൊക്കെ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും കറിവേപ്പില ചേർത്ത് കൊടുക്കാം. സാധാരണ ഞാൻ ഈ കറിവേപ്പില ഇടാൻ പലപ്പോഴും മറന്നു പോകാറുണ്ട്. പക്ഷെ ഇന്ന് ഓർത്തെടുത്ത് വെച്ച് ചേർത്തതാണ്. ഇനി നമുക്കൊരു വറ്റൽ മുളക് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ് കേട്ടോ. സവാളയോ കുഞ്ഞുള്ളിയോ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ എളുപ്പത്തിന് ഞാൻ കുറച്ച് സവാള എടുത്ത് ചോപ്പ് ചെയ്ത് അങ്ങ് ചേർത്തതാണ് കേട്ടോ. അപ്പോൾ സവാള ഇതുപോലെ അങ്ങ് ചെറുതാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, നീളത്തിൽ അരിഞ്ഞ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു കുഞ്ഞ് സവാളയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞത് കൊണ്ട് തന്നെ പെട്ടെന്ന് നന്നായിട്ട് വഴണ്ടി കിട്ടുകയും ചെയ്യും. കളറൊക്കെ പെട്ടെന്ന് മാറി കിട്ടും കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങ് നിറം മാറ്റി എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ദാണ്ടെ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം ഒരു 5-6 വെളുത്തുള്ളി അല്ലി എടുത്ത് ഞാനൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. ഇത് നിർബന്ധമായിട്ടും ചേർക്കണം. പ്രധാനമായിട്ടും നമ്മൾ ചക്കക്കുരു വെച്ചുണ്ടാക്കുമ്പോൾ ഗ്യാസൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ഒരു തക്കാളി, അതായത് അത്യാവശ്യം വലിയ തക്കാളി ആയതുകൊണ്ട് അതിന്റെ പകുതി മാത്രം എടുത്ത് ചേർത്തിട്ടുണ്ട്. അപ്പൊ കുഞ്ഞു തക്കാളി ആണെങ്കിൽ ഒരെണ്ണം മൊത്തം എടുക്കാം കേട്ടോ. ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണം കേട്ടോ. അതുവരെയും ഒന്ന് വഴറ്റി കൊടുക്കാം. അതാണ് തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഈ സമയമാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മാത്രം മുളക് പൊടി. 1/2 ടീസ്പൂണിൽ കൂടണ്ട കേട്ടോ, വളരെ കുറച്ച് മാത്രം മുളക് പൊടി ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ആ പൊടിയുടെ ഒക്കെ പച്ചമണം അങ്ങ് മാറട്ടെ. ഇപ്പൊ ദാണ്ട പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മളിവിടെ വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ചക്കക്കുരു ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ചക്കക്കുരു കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഈ ചക്കക്കുരുവിന്റെ ബ്രൗൺ നിറത്തിലുള്ള ഈ തൊലി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അത് ചേർക്കുന്നത് കുറച്ചും കൂടെ നല്ല ഹെൽത്തിയുമാണ്.
നല്ല നല്ലതാണ് കേട്ടോ, നമ്മുടെ ബോഡിക്കൊക്കെ നല്ലതാണ്. അതുകൊണ്ട് അത് കളയേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നല്ലപോലെ ഇതൊന്ന് ഉടച്ചു കൊടുക്കണം. ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഒരു പൊട്ടറ്റോ മാഷർ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. അല്ലെങ്കിൽ ഒന്ന് ഉടച്ച് ചേർത്താലും മതി കേട്ടോ. അപ്പൊ ദാണ്ടെ ഇങ്ങനെ ഒന്ന് ഉടച്ചെടുത്തിട്ട്, ഇപ്പൊ ദാണ്ടെ ഞാൻ നന്നായിട്ട് പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ദാണ്ടെ ഏകദേശം നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ പരിപ്പുണ്ടല്ലോ, തുവരപ്പരിപ്പ്, അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതങ്ങനെ പുതുമയുള്ളൊരു റെസിപ്പി ഒന്നും അല്ല, മിക്ക വീടുകളിലും ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും. അപ്പോഴ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെള്ളം, കുക്കറിൽ തന്നെ കുറച്ച് വെള്ളം ചേർത്ത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ആ പരിപ്പിന്റെ കട്ടകളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഉടച്ച് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പൊ ദാണ്ടെ ഞാൻ നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർക്കാനുണ്ട്. നമ്മൾ ഇതുവരെ പച്ചമുളകൊന്നും ചേർത്തില്ല, എരിവിന് വേണ്ടിയിട്ടൊന്നും ചേർത്തിട്ടില്ല. അപ്പൊ ഞാൻ ഒരു പച്ചമുളകേ ചേർക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് പച്ചമുളകിന്റെ എണ്ണം കൂട്ടാൻ കേട്ടോ. ഞാൻ പിന്നെ വളരെ കുറച്ച് മാത്രമേ എരിവ് കൂട്ടാറുള്ളൂ, അതുകൊണ്ട് ഒരു പച്ചമുളകേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ പരിപ്പ് വേവിച്ചപ്പോൾ ഒന്നും ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളയ്ക്കണം, നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ദാണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് തേങ്ങ, അതായത് ഒരു 1/4 കപ്പോളം തേങ്ങ ജസ്റ്റ് വെള്ളം ചേർത്തൊന്ന് അരച്ചെടുത്തതാണ്. ചെറിയ ജീരകം ഒന്നും ഇട്ടിട്ടില്ല, തേങ്ങ മാത്രം നല്ല പേസ്റ്റ് കണക്കിന് അരച്ചെടുത്തതാണ്. അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറിന്റെ അടപ്പിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട, ആ മിക്സിയുടെ ജാറ് കഴുകി വെള്ളമൊന്നും ചേർക്കണ്ട. ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അങ്ങ് ലൂസായി പോകും. ഇങ്ങനെ കിട്ടിയാൽ മതി. അപ്പൊ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പൊ ഇനി ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ തന്നെ അത്യാവശ്യം ഒന്ന് ചൂടായിട്ട് തന്നെ ഇരിക്കുകയാണ്. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തിളച്ചിങ്ങനെ വരുമല്ലോ. അപ്പൊ അതാണ്ട് ഇപ്പൊ ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കക്കുരു പരിപ്പ് കറിയാണ്. അപ്പൊ എത്ര പേര് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്? അപ്പൊ അതാണ്ട് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. അപ്പൊ അത് കണക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ. ചോറിനൂടെ ഈ ഒരു സംഭവം പിന്നെ ഒരു മീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ നല്ല കുശാലായി കേട്ടോ. അപ്പൊ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്കൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.